الله أما بعد നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഒരു വേളയിൽ സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബത്തെ, ദുനിയാവിൻ്റെ ലോകത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ എൻ്റെ പ്രത്യേകമായ സ്വർഗപ്പൂന്തോപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളൊക്കെയും നല്ലതുപോലെ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് പോകണമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ദുനിയാവിൻ്റെ ലോകത്ത് സ്വർഗപ്പൂന്തോപ്പുണ്ടോ നബിയെ? ദുനിയാവിലുള്ള സ്വർഗം എന്താണ് നബിയെ? അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് രണ്ട് മജ്ലിസുകളാണ്. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു ഇൽമിൻ്റെ മജ്ലിസ്, പരിശുദ്ധമായ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതായ മജ്ലിസ്, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറയുന്നതായ മജ്ലിസ്. അതുപോലെ തന്നെ രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ദിക്റിന്റെ മജ്ലിസുകളാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പ്രഭാതമാണ്. നാമൊക്കെയും അത്താഴം കഴിച്ചു, പരിശുദ്ധമായ ഖുർആൻ തിലാവത്തുകൾ നടത്തി, പരിശുദ്ധമായ സുബഹി നിസ്കാരം ജമാഅത്തോടുകൂടി നിർവഹിച്ചു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ച സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. ഇൻഷാ അള്ളാഹ്, പരിശുദ്ധമായ റമദാൻ തീരുന്നത് വരെയും ഈ ഒരു പ്രത്യേകമായ ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒപ്പം ഉണർത്താനുള്ളത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ റമദാനിൻ്റെ വേറെ ഒരു പ്രത്യേകത, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആനിനെ പടച്ച റബ്ബ് ഈ ലോകത്തിലേക്ക് ഇറക്കുന്നതും പരിശുദ്ധമായ റമദാനിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, സ്വഹാബാക്കളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മറ്റ് ദിനങ്ങളെക്കാളും വിഭിന്നമായി പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് ഖത്മുകൾ പൂർത്തീകരിച്ചിരുന്നതായി നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്, നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, അവരോടൊപ്പം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ ഒരു പ്രത്യേകമായ ടാർജറ്റ് പൂർത്തീകരിക്കണം. കുറഞ്ഞതൊരു 3 ഖത്മ്, അതല്ലെങ്കിൽ കുറഞ്ഞതൊരു 5 ഖത്മെങ്കിലും പൂർത്തീകരിക്കുന്നതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തരും ഇൻഷാ അള്ളാഹ് ഓതിയിട്ട് 27-ാം രാവാകുമ്പോൾ ആ ഖത്മുൽ ഖുർആനിൻ്റെതാകുന്നതായ പ്രത്യേകമായ ദുആ നമുക്ക് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്താം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി, സാധാരണ ദുനിയാവിൻ്റെ ലോകത്ത് ജീവിക്കുമ്പോൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കാറുണ്ട്. എന്നാൽ ഈ പരിശുദ്ധമായ റമദാനിൽ ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട് ഒരു മത്സര്യമായ ബുദ്ധി നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം വെക്കണം. വാശിക്ക് വേണ്ടിയിട്ടല്ല, പടച്ച റബ്ബിൽ നിന്നുള്ളതായ പ്രത്യേകമായ കൂലിക്ക് വേണ്ടിയിട്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹുറുൽ മിംബറ ഫഹദർനാ ഫലമ്മ ഇർതഖാ ദറജതൻ ഖാല ആമീൻ ഫലമ്മ ഇർതഖാ ദറജത الثانിയത ഖാല ആമീൻ ഫലമ്മ ഇർതഖാ ദറജത الثالثത ഖാല ആമീൻ. അല്ലാഹുവിൻ്റെ റസൂൽ ഇതുപോലെയുള്ള 3 പടിയുള്ള മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിലേക്കും കാലെടുത്ത് വെക്കുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിലേക്കും കാലെടുത്ത് വെച്ച സമയത്ത് ആമീൻ എന്ന് പറഞ്ഞു. പതിവിനേക്കാളും വിഭിന്നമായി സ്വഹാബാക്കൾ ചോദിച്ചു, ഇതെന്തൊരു അമലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്?
അല്ലാഹുവിന്റെ റസൂല് മെഹ്റാബിന്റെ മുകളിൽ കയറി ഖുതുബയെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഇന്നേ വരേക്കും തങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രത്യേകമായ ഒരു അമൽ നമ്മൾ കണ്ടല്ലോ നബിയേ. ഓരോ പടിയിലേക്കും തങ്ങൾ കയറിയപ്പോ ആമീൻ എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ, ഒന്നാമത്തെ പടിയിലേക്ക് ഞാൻ അങ്ങ് കാലെടുത്ത് വെച്ചപ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഒരു ദുആ ചെയ്തു. ഞാനങ്ങ് ആമീൻ പറഞ്ഞു. സ്വഹാബത്തെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയ്ക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, എന്ത് ദുആയാണ് നബിയെ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുകയാണ്, മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഖുൽത ആമീൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, പരിശുദ്ധമായ റമളാൻ ഏതൊരുവന്റെ ജീവിതത്തിലേക്കാണോ കടന്നു വന്നത്, ആ പരിശുദ്ധമായ റമളാന് വിട പറഞ്ഞു പോയിട്ട് ആരുടെ പാപമാണോ പടച്ച റബ്ബ് പൊറുക്കാത്തത് അവന് സർവനാശവും ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു അത്രേ. ആ സമയത്ത് ആരാമി പറഞ്ഞത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമായ റമളാന് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ആ റമളാന് കടന്നു പോയിട്ടും ആരുടെ പാപമാണോ പടച്ച റബ്ബ് പൊറുക്കാത്തത്, ആരുടെ ജീവിതത്തിലേക്കാണോ പരിവർത്തനമില്ലാത്തത്, ആരാണോ പടച്ച റബ്ബുമായി യഥാർത്ഥ നിലയിൽ അടുക്കാത്തത്, അവർക്ക് വലിയ ശാപങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ പടിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ദുആ ചെയ്തത്, നബിയുടെ പേര് കേട്ടിട്ട് ആര് സ്വലാത്ത് ചൊല്ലിയില്ലയോ അവന് സർവനാശവും ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എവിടെ കേട്ടാലും നമ്മൾ സ്വലാത്ത് ചൊല്ലണം. മൂന്നാമതായിട്ടുള്ളതായ ദുആ, ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കളോട് കാണിക്കാനുള്ളതായ കടപ്പാടുകൾ കൃത്യമായി ആര് കാണിച്ചില്ലയോ അവനും സർവനാശവും ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോട് കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യഥാർത്ഥമായ നോമ്പ് കൊണ്ട് എന്താണ് നേടാനുള്ളത്? മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, കള്ളം പറയുന്നതും അരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുന്നതും ഉപേക്ഷിക്കാത്ത ഒരാളുടെ നോമ്പ്, അഥവാ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, രാവിലെ അത്താഴം കഴിച്ചു, മഗ്രിബ് വരെ ഒരു തുള്ളി വെള്ളം അകത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ നാവ് കൊണ്ട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്, മോശമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു താക്കീതാണ്, അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല. അല്ല പറയാ, നിങ്ങളെ കഷ്ടപ്പെട്ടിട്ട് നോമ്പ് പിടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് വല്ലതും കിട്ടണമെങ്കിൽ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതാകുന്നതായ നാവിനെ നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങളുടെ ഖൽബിനെ നിങ്ങൾ സംരക്ഷിക്കണം, മറ്റുള്ളവരോടുള്ളതായ കടമകൾ പൂർണ്ണമായും പാലിക്കണം, മിണ്ടാതെ പിണങ്ങി കഴിയുന്നവരോട് പോയി മിണ്ടണം,
അയൽവാസികളോടുള്ളതായ ബന്ധുത്വത്തിനെ ചേർക്കണം. സഹോദരങ്ങളോടുള്ളതായ കടമകളും കടപ്പാടുകളും യഥാർത്ഥ നിലയിൽ നിങ്ങൾ സംരക്ഷിക്കണം. ഇതൊന്നുമില്ലാതെ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടാൻ പോണില്ല, നിങ്ങൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി ബുഖാരിയിലൂടെ നമുക്ക് കാണാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം സുബഹിക്ക് ശേഷം നമുക്കിതുപോലെ ഇരുന്ന് പരിശുദ്ധമായ ഇൽമിയായ കാര്യങ്ങൾ പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അൽഹംദുലില്ലാ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ ദുആ ചെയ്തു, പടച്ച റബ്ബേ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമളാനാക്കല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്തു. ആ ദുആ സ്വീകരിച്ചു എന്നതിൻ്റെ അർത്ഥമാണ് ഈ വിശുദ്ധമായ റമളാനിലും നമുക്ക് സംഗമിക്കാൻ പറ്റിയത്. ഇനിയുള്ള നമ്മുടെ ദുആ, അല്ലാഹുവേ ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ഇനിയും ഒരുപാട് റമളാനുകൾ വരവേൽക്കുവാനും ആഫിയത്തോടെ ഈമാനോടെ ഇഖ്ലാസോടെ അമലുകൾ ചെയ്യാനും പടച്ച റബ്ബേ നമുക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നുള്ള ദുആ നമ്മുടെ ഓരോരുത്തരുടെയും കൽബിന്റെ അകത്തളങ്ങളിൽ നിന്നുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലത്തിലേക്ക് നോമ്പ് തുറകൾ ഏറ്റെടുത്ത് നടത്തുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങളിലും കുറഞ്ഞ സമയം പരിശുദ്ധമായ ഇൽമിയായ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പിരിയണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.